എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. എല്ലാവരും നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു എന്നും വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് യെസ് ബാങ്ക് കഴിഞ്ഞ ആഴ്ച നല്ല രീതിയിൽ താഴ്ന്നു. ഏകദേശം യെസ് ബാങ്ക് കഴിഞ്ഞ ആഴ്ച നല്ല രീതിയിൽ താഴ്ന്നിട്ടുണ്ട്. ഏകദേശം ഹൈ പോയിരിക്കുന്നത് യെസ് ബാങ്കിൻ്റെ ഹൈ പോയിരുന്നത് ഏകദേശം 32-33 റേഞ്ചിലാണ്. അവിടെ നിന്ന് ലോ വന്നിരിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് 26 രൂപ 75 പൈസയാണ്. അത് ക്ലോസിങ് 28.40. അപ്പോൾ 33 രൂപയിൽ നിന്ന് 28 രൂപ വരെ അത് താഴ്ന്നു നിൽക്കുന്നു കഴിഞ്ഞ വീക്കിൽ. അപ്പോൾ എന്താണ് യെസ് ബാങ്കിൽ സംഭവിച്ചത്? അപ്പോൾ ഇത്രയും നാൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന യെസ് ബാങ്ക് പെട്ടെന്നൊരു സ്റ്റക്കായി, ഒരു പോസായി ഈ റേഞ്ചിൽ. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ ചാർട്ടിൽ നോക്കിയാലാണ് ഇവിടെ നിന്നാണ് യെസ് ബാങ്ക് ഏകദേശം ഒരു കുതിച്ചാട്ടം നടത്തുക. അതായത് 23 ഒക്ടോബർ 23 അവിടെ ആ റേഞ്ച് എന്ന് പറയുന്നത് 16 രൂപയാണ്. ഇവിടെ 16 രൂപയുടെ ഇതിൻ്റെ റേറ്റ്. ഇവിടെ ഇതിൻ്റെ റേറ്റ് 16 രൂപ. ഈ 16 രൂപയിൽ നിന്ന് ഏകദേശം ഒരു 4 മാസം കൊണ്ടാണ് ഇത് 32 വരെ. അതായത് 4 മാസം കൊണ്ട് അത് ഇരട്ടി 100% പ്രോഫിറ്റ് നേടി. അതൊരു നല്ലൊരു പ്രോഫിറ്റാണ് 4 മാസം കൊണ്ടൊക്കെ ഇത്ര നേടാന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു ലാഭമെടുപ്പ് അവിടെ നടന്നിട്ടുണ്ട്, മനസ്സിലായി. അതിപ്പോൾ എല്ലാവരും ലാഭമെടുപ്പ് നടക്കും. അത് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത് വരുന്ന കണ്ടീഷൻ എന്തെന്ന് വെച്ചാൽ, ഇന്നലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. നമുക്ക് ആ ന്യൂസിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ന്യൂസ്. കേട്ടാ, കാർലി ഗ്രൂപ്പ് സെൽസ് 1.3% യെസ് ബാങ്ക്. 1057 കോടി രൂപ വരെ യെസ് ബാങ്ക് അവർ ഓപ്പൺ മാർക്കറ്റ് സെല്ല് ചെയ്തു. അതായത് 39 കോടി ഷെയർസാണ് യെസ് ബാങ്ക് സെല്ല് ചെയ്തിട്ടുള്ളത്. ഈ ഗ്രൂപ്പുകാർ 39 കോടി യെസ് ബാങ്ക് ഷെയർസ് ഓപ്പൺ മാർക്കറ്റ് സെല്ല് ചെയ്ത്. അതിൻ്റെ വാല്യൂ വരുന്നത് 1057 കോടിയാണ്. അവർ സെല്ല് ചെയ്ത് 27 രൂപ 10 പൈസ വെച്ചിട്ടാണ് ഒരു ഷെയർ 27 പൈസ വെച്ചിട്ടാണ് അവർ സെല്ല് ചെയ്തത്. അപ്പോൾ ഒരു വലിയൊരു ടീം ഇത്രയും എമൗണ്ടിന് ഒരു ഷെയർ സെല്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്ന ആളുകളിൽ, അതായത് കുറേ നാളുണ്ടാവില്ലെങ്കിലും കുറച്ച് നാളുകൾ അതിൻ്റെ ഒരു നെഗറ്റീവ് ഉണ്ടാവുള്ളൂ. ഒരാഴ്ചയെങ്കിലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഈ ഷെയറിൽ കാണാൻ സാധിക്കും. അപ്പോൾ വരും ആഴ്ചകളിൽ ഒന്നില്ലെങ്കിൽ താഴേക്കോ അല്ലെങ്കിൽ ഒരു നാരോ റേഞ്ചിലോ ആയിരിക്കും യെസ് ബാങ്കിൻ്റെ പോക്ക്. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു താഴേക്കോ അല്ലെങ്കിൽ ഇവിടെ ഒരു കൺസോളിഡേഷൻ റേഞ്ചിലോ ആയിരിക്കും യെസ് ബാങ്കിൻ്റെ പോക്ക് മിക്കവാറും. കാരണം ഇത്രയും കോടി രൂപയ്ക്ക് ഇവർ സെല്ല് ചെയ്തതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ 32 വരെ യെസ് ബാങ്ക് പോയിട്ട് വീണ്ടും അവിടെ നിന്ന് കയറാതെ നിന്നിരുന്ന കാരണം? എന്താണ് അവിടെ നിന്ന് കയറാതില്ല? അതിനുത്തരം കാണുന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം എന്തെന്ന് വെച്ചാൽ, ഇതാണ് എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ. ഈ ചാനലിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ യെസ് ബാങ്ക് ടാർഗറ്റ് എത്ര, ഇനിയും കുതിക്കുമോ എന്താണ്. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് കാണാം. യെസ് ബാങ്ക് കയറാൻ സാധ്യത എന്താണ് എന്ന് ഇതിൽ പറയുന്നുണ്ട്. അതുകൂടാതെ ടാർഗറ്റ് എത്ര വരെ പോകാം, അത് എൻ്റെ മുഖത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ഗണിച്ചുണ്ടാക്കിയ ഒരു ടാർഗറ്റ് അല്ലത്. അല്ലെങ്കിൽ എനിക്ക് തോന്നില്ല ഇത്ര ടാർഗറ്റ് ഇതിൽ പറയാം എന്ന് പറയുന്ന ഒരു അതിൽ ചില കണ്ടീഷൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ 32 ലെവലിന് ഇത്രയും പ്രത്യേകത. 32 ലെവലിന് ഒരു പ്രത്യേകത ഉണ്ട് 32 ലെവലിൽ. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ യെസ് ബാങ്ക് 32 വരെ വന്നു. എന്തുകൊണ്ട് 32 വരെ വന്ന് നമുക്കൊന്നും കൂടി വിശദീകരിക്കാം. അതായത് നമുക്കിവിടെ ഈ ചാർട്ടിൻ്റെ വ്യൂ ഒന്ന് കുറച്ച് കണ്ടു വയ്ക്കാം. അപ്പോൾ ഈ 32 വന്നത് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇവിടെ കണ്ട ഇവിടെ ഒരു പ്രീവിയസ് റെസിസ്റ്റൻസ് ഏരിയ എടുത്ത് ഇത് ഒരു റെസിസ്റ്റൻസ് സോണുണ്ട്. ഇവിടെ കണ്ട കൃത്യമായ റെസിസ്റ്റൻസ്. ഇവിടെ ഒരു കൺസോളിഡേഷൻ നടന്നിട്ട് ഈ യെസ് ബാങ്ക് താഴ്ന്നിട്ട് വീണ്ടും കണ്ട ഇവിടെ ഈ റേഞ്ചിലൊരു ഇവിടം വരെ വന്നു. അത് ഇവിടം വരെ വീണ്ടും ടച്ച് ചെയ്ത് കണ്ട. അതിൻ്റെ ഭംഗി നോക്കുക. ഒരു ചാർട്ടിൻ്റെ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഭംഗിയാണ് നമ്മൾ പറയുന്നത്. കണ്ട ഇവിടെ നമ്മൾ ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് താഴ്ന്നത്
ഷെയർ ഇവിടെ കാണിച്ചുള്ള ഇവിടം വരെ വന്നു, കയറി പോകാനായിട്ട് സാധിച്ചില്ല, നേരെ താഴ്വാളയ്ക്കും ഇവിടം വരെ വന്നു. കണ്ട, ഇത് വീക്കിലി ചാർട്ടാണ്. ഇവിടെ ഒരു 4 ആഴ്ചയോളം ഇവിടെ കൺസോളിഡേഷൻ നിന്നു. അതിനുശേഷമാണ് അത് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ട് പ്രീവിയസ് ഇവിടെ റെസിസ്റ്റൻസ് ആണ് ഇതിൻ്റെ ഉള്ളത്. അവിടം വരെ അത് പോയി, പിന്നെ കയറാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇതാണ് ആ 32 വരെ പോയിട്ട് പിന്നെ താഴ്ന്നു വരാനുള്ള മൂന്നാമത് പറയുന്ന ഒരു റീസൺ. മനസ്സിലാവും, 3 റീസൺസ് ഇപ്പോൾ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇനി യെസ് ബാങ്ക് ഇപ്പോൾ കയ്യിലുള്ളവരുണ്ടെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇവിടെ നടത്താവുന്നതാണ്. ഇനി മുകളിൽ റേറ്റിൽ, അതായത് 30 റേഞ്ചിലോ 32 റേഞ്ചിലോ എല്ലാവരും വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ചിലർ 30 റേഞ്ചിലൊക്കെ അറിയാണ്ട് വാങ്ങിയിട്ടുണ്ടാവും. അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൃത്യമായ സ്റ്റോപ്പ് ലോസ് പോയിന്റ് കൃത്യമായിട്ട് പാലിക്കുക. അതായത് 22.50, ഇതാണ് 22.50 എന്ന് പറയുന്ന റേഞ്ച്. ഈ റേഞ്ചിൽ കൃത്യമായ സ്റ്റോപ്പ് ലോസ് പാലിക്കുക. 22.50 വീക്കിലി ക്യാൻഡിലാണ് പറയുന്നത്. ഈ 22.50 താഴേക്ക് ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 22.50 ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇത് വിറ്റുമാറുക. പിന്നെ അതിൻ്റെ സ്ട്രക്ചർ മാറും, അതിൻ്റെ ട്രെൻഡ് നെഗറ്റീവാണ് വീക്കിലി ക്യാൻഡിൽ. അതുവരെ നമുക്കിത് വെയിറ്റ് ചെയ്യാവുന്നതാണ്. പുതിയ എൻട്രിക്കാർ ഒരിക്കലും ഇതിൽ ഇപ്പോൾ എൻട്രി എടുക്കാനായിട്ട് ഒരു സംഭവ്യമല്ല. അതായത് എൻട്രി എടുക്കാനായിട്ട് ഇപ്പോൾ അതല്ല, പുതിയ എൻട്രി എടുക്കുന്നവർ ഒരു കൺസോളിഡേഷൻ, അതായത് ഒരു 4 ആഴ്ചയോ 5 ആഴ്ചയോ ഇവിടെ ഒരു കൺസോളിഡേഷൻ വന്നതിന് ശേഷം ഒരു ക്ലോസിങ് വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ 33-34 റേഞ്ചിൽ ക്ലോസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ കാണാവുന്നതാണ്. അപ്പോൾ പുതിയ എൻട്രി എടുക്കുന്നവർ പരമാവധി മാറി നിൽക്കുക, കയ്യിലുള്ളവർ അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക. ഇതിന് താഴെ നമ്മൾ ഈ വീക്കിലി സപ്പോർട്ട് പോയിന്റ് ആണ് ഈ പറയുന്നത്, ഇതിന് താഴെ ക്ലോസ് ചെയ്താൽ അത് വിറ്റുമാറുക, നഷ്ടം സഹിച്ചു വരിക. അതുവരെ അത് കയ്യിൽ വയ്ക്കുക. പുതിയ എൻട്രി എടുക്കുന്ന താല്പര്യമുള്ളവർ 33-34 ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വീക്കിലി ക്ലോസിങ്ങിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു എൻട്രി, നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി വീണ്ടും കിട്ടുന്നതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ പ്രീവിയസ് റെസിസ്റ്റൻസ് അവിടെ ബ്രേക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഈ പ്രീവിയസ് റെസിസ്റ്റൻസ് ഇവിടെ ഒരു നമുക്കൊരു ലൈൻ വരച്ചാൽ ഇവിടെ ഒരു പ്രീവിയസ് റെസിസ്റ്റൻസ് ഉണ്ടാവുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു എൻട്രി ഇവിടെ ഇതിന് മുകളിലൊരു വീക്കിലി ക്യാൻഡിൽ ഗ്രീൻ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നല്ലൊരു ഫ്രഷ് എൻട്രി വീണ്ടും പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു അത്യാവശ്യം നമുക്കൊരു പ്രോഫിറ്റ് കിട്ടാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാവുന്ന ഒരു മേജർ സപ്പോർട്ട് ലൈൻ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ റേഞ്ചാണ് ഒരു സപ്പോർട്ട് പോയിന്റ് ആയിട്ട് ഇത് ആക്ട് ചെയ്യാനുള്ള സാധ്യത. ഈ റേഞ്ച് 22.50. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിരിക്കും അടുത്ത ആഴ്ച മിക്കവാറും എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. 100% ഒരു ഷെയറിൽ ഒരു വ്യൂ പറയാൻ ആർക്കും സാധിക്കില്ല. അത് എനിക്ക് മാത്രമല്ല ആർക്കും സാധിക്കില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ലെവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെവൽസ് കൃത്യമായിട്ട് നമ്മൾ ഒന്ന് വാച്ച് ലിസ്റ്റിൽ വയ്ക്കുക. ഇതിന് മുകളിൽ ഒരു എൻട്രി നമുക്ക് പരിഗണിക്കാം, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇടാം. അപ്പോൾ ഇതാണ് യെസ് ബാങ്കിൽ പറയാനുള്ള കാരണം. ഏതൊരു ഷെയറും കയറാനും ഇറങ്ങാനും ചില പർട്ടിക്കുലർ കാരണങ്ങളുണ്ട്. അപ്പോൾ യെസ് ബാങ്ക് ഇത്രയും കയറിയിട്ട് വീണ്ടും ആ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി ഫ്രഷ് എൻട്രിയുടെ കാര്യം പറഞ്ഞു, കയ്യിലുള്ളവർ എന്ത് ചെയ്യണം എന്നും പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ, നല്ലൊരു വീഡിയോയിൽ വേറെ നല്ല ടോപ്പിക്കായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവരും നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യട്ടെ എന്ന് സർവേശ്വരയുടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.